സർക്കാർ ഒപ്പമുണ്ട് എന്നാണ് ആ കുടുംബത്തിന്റെ വിശ്വാസം. ആ കുടുംബത്തിന്റെ വിശ്വാസം തെറ്റുന്നില്ല. മന്ത്രി വീണ ജോർജ് ഇപ്പോൾ ഇതാ ബിന്ദുവിന്റെ വീട്ടിലേക്ക് സന്ദർശിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തലയോലപ്പറമ്പിലുള്ള ഉമാംകുന്നിലുള്ള ബിന്ദുവിന്റെ വീട്ടിലേക്ക് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും സന്ദർശിക്കാനുമായി ആ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഒപ്പമുണ്ട് എന്ന് തന്നെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. വലിയൊരു ദുരന്തം, പൊടുന്നനെ ഉണ്ടായ ദുരന്തം, ആ ദുരന്തത്തിൽ ആരും വിറങ്ങലിച്ചു പോകാതെ ആ കുടുംബത്തെ കൈവിടിയാതെ സർക്കാർ ഒപ്പം നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച സഹായ പ്രഖ്യാപനങ്ങളൊക്കെയും നടത്തിയതാണ്. അടിയന്തര ധനസഹായമായി 50,000 രൂപ മന്ത്രി VN വാസവൻ ആ കുടുംബത്തിൽ നേരിട്ടെത്തി ആ അമ്മയുടെ കൈവശമാണ് കൈമാറിയത്. അതിനുശേഷം ഇപ്പോഴിതാ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അവിടെ സന്ദർശിക്കുകയാണ്. സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട് തലയോലപ്പറമ്പിലെ ഉമാങ്കുന്നിലുള്ള ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്നും. സനോജ, സർക്കാർ ഒപ്പമുണ്ട് എന്ന വാഗ്ദാനം ഒരിക്കൽ കൂടെ പാലിക്കപ്പെടുകയാണ്. മന്ത്രി വീണ ജോർജ് അവിടെ സന്ദർശിക്കുകയാണ്. മന്ത്രി വീണ ജോർജ് കുടുംബത്തെ സന്ദർശിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും മന്ത്രി വീണ ജോർജ് കുടുംബത്തെ സന്ദർശിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. മന്ത്രി വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും മന്ത്രി കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ, സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. മാതാവിനെയും ഒപ്പം തന്നെ ഭർത്താവിനെയും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മന്ത്രി അതിരാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നത്. എന്തായാലും മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. മന്ത്രിയുടെ മുന്നിൽ ബിന്ദുവിൻ്റെ മാതാവ് കരയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിരാവിലെ തന്നെ ആണ് മന്ത്രി ഇങ്ങോട്ടേക്കുള്ള യാത്ര തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കിടയിലായിരുന്നു മന്ത്രി ഇവിടേക്ക് എത്തിയത്. മന്ത്രി വീണ ജോർജ് കുടുംബാംഗങ്ങളെ കാണുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ബിന്ദുവിൻ്റെ മാതാവ് വളരെ സങ്കടപ്പെട്ട വേദനയോടുകൂടി കണ്ണീരോടുകൂടി മന്ത്രിയോട് കാര്യങ്ങൾ പറയുന്നു. വളരെ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. രാവിലെ തന്നെ മന്ത്രി ഇവിടേക്ക് എത്തിയിരുന്നു. ഇന്നലെ എത്തുമെന്നുള്ള തീരുമാനത്തിലായിരുന്നു. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തേക്ക് ഈ യാത്ര മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായത്. രാവിലെ തന്നെ യാത്ര തിരിച്ച് അതിരാവിലെ തന്നെ യാത്ര തുടർന്ന മന്ത്രി കൃത്യം 6:55 ബിന്ദുവിൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നത്. ഇപ്പോൾ കുടുംബാംഗങ്ങളെ കാണുന്നു. കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവാക്കുകൾ നേരുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി ഇവിടെ എത്തുമെന്ന് കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സന്ദർശനം. CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ, ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ ഉൾപ്പെടെയുള്ള ആളുകളും ഇവർക്കൊപ്പമുണ്ട്. എന്തായാലും ഏറെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഈ കുടുംബത്തെ സംബന്ധിച്ച്. കാരണം ഈ കുടുംബത്തിൻ്റെ ഏക വരുമാനമായിരുന്നു ബിന്ദുവിൻ്റെ മരണം ഈ കുടുംബത്തെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് മന്ത്രിയുടെ സന്ദർശനം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ച് വിശ്രുതനുമായി ഈ മന്ത്രി വീണ ജോർജ് സംസാരിച്ചിരുന്നു. കുടുംബത്തിനൊപ്പം സർക്കാർ ഉണ്ടാകുമെന്നും കുടുംബത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളും സർക്കാർ നടപ്പാക്കുമെന്നും അറിയിച്ചിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവിടെ സന്ദർശിക്കുന്നത്. ഇപ്പോൾ മാതാവ് മന്ത്രിയുമായി തങ്ങളുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ബിന്ദു തങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാമായിരുന്നു. ബിന്ദുവാണ് ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നടത്തിയിരുന്നത്. അതിനിടയിലാണ് ഇത്തരമൊരു ദുരന്തമുണ്ടായത് എന്നും അപകടം സംഭവിച്ചത് എന്നുമാണ് മന്ത്രിയോട് ആ മാതാവ് വ്യക്തമാക്കുന്നത്. ൂടെ വന്ന് പറഞ്ഞ പോലെ എല്ലാം ചെയ്യും. ഒന്നും വേണ്ട, കൂടെ ഉണ്ടാവുന്നു. മിനിസ്റ്റർ മിനിയാന്ന് ഇന്നലെ വിളിച്ചല്ലോ, മിനിസ്റ്റർ ഇന്നലെ സംസാരിച്ചല്ലോ, അമ്മയോടും പറഞ്ഞല്ലോ. അത് അമ്മയോടും മന്ത്രി സംസാരിച്ച ഓർമ്മയില്ലേ? ഇന്നലെ നിങ്ങൾ തമ്മിൽ പിണ്ടിയില്ലേ?
മന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 6:55 മന്ത്രി ഇവിടേക്ക് എത്തുന്നത്. രാവിലെ തന്നെ പത്തനംതിട്ടയിൽ നിന്നും യാത്ര തിരിച്ച് ഏകദേശം 5:30 പത്തനംതിട്ടയിൽ നിന്നും യാത്ര തിരിച്ചാണ് 6:55 മന്ത്രി ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോൾ വിസ്തൃതമായി മന്ത്രി സംസാരിക്കുകയാണ്. അതിനു മുമ്പ് ബിന്ദുവിൻ്റെ മാതാവ് സീതമ്മയുമായി സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ അപകടമുണ്ടായതിന് പിന്നാലെ കുടുംബാംഗങ്ങളെ ഫോണിൽ ബന്ധപ്പെടുകയും ഇവിടേക്ക് വരുമെന്നും അറിയിച്ചിരുന്നു. 2 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഈ സന്ദർശനം. എന്തായാലും സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രി VN വാസവനും ഇവിടെ എത്തി കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവാക്കുകൾ നൽകുകയും സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി വീണ ജോർജിൻ്റെ സന്ദർശനം. ഈ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബിന്ദുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് കളക്ടർ സമർപ്പിച്ചിട്ടുണ്ട്.